നിങ്ങളിലേക്ക് സാമ്പത്തികം വരണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? നിങ്ങൾ അതിനു വേണ്ടി ഒരുപാട് വീഡിയോസും ഒക്കെ കാണുന്നുണ്ടാവും. എങ്ങനെ ഇത് ചെയ്യാം, എന്ത് ചെയ്യാം എന്നുള്ളത് നിങ്ങൾ പല വീഡിയോകൾ കാണുന്നുണ്ടാവും. ഇല്ലേ? ഒത്തിരി വീഡിയോകളുണ്ടാവും. അങ്ങനെ ചെയ്താൽ മതി, ഇങ്ങനെ ചെയ്താൽ മതി, പണം കിട്ടും, പണം വരും എന്നൊക്കെ പറഞ്ഞ്. പക്ഷേ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പണം നമ്മളിപ്പോൾ വീഡിയോ കണ്ട് അത് പറഞ്ഞ പോലെ അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്താലൊന്നും നമുക്ക് പണം വരില്ല. പണം വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് വേണ്ട ആക്ഷൻ എടുക്കണം. അതിന് വേണ്ട കാര്യം എന്തെങ്കിലും ചെയ്യണം. എന്തെങ്കിലും ചെയ്യാതെ നമുക്ക് വെറുതെ ഇരുന്ന് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് പണം വരും പണം വരും, അല്ലെങ്കിൽ പണം വരണം പണം വരണം അങ്ങനെ ചിന്തിച്ചുകൊണ്ട് പണം നമ്മളിലേക്ക് വരില്ല. നമ്മൾ അതിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുമ്പോഴാണ് അതിലൂടെ നമുക്ക് പണം വരുന്നത്. അല്ലാതെ വെറുതെ പണം വരാൻ വേണ്ടി നമ്മൾ ഒരിക്കലും ഇരുന്ന് ചിന്തിച്ചാലൊന്നും ഒരിക്കലും പണം വരില്ല. അപ്പം നമ്മൾ കാണുന്ന പല വീഡിയോസിലും ഇങ്ങനെ ഇരുന്ന് ചിന്തിച്ചാൽ മതി എന്ന് പറയുന്ന വീഡിയോസ് പലതും ഉണ്ടാവും. പക്ഷെ അതിൽ കുറേയൊക്കെ സത്യമുണ്ട്. പക്ഷെ അതിൽ പറയുന്നത് കൃത്യമായി മനസ്സിലാക്കി ചെയ്യണം. അതിൽ കുറേയൊക്കെ സത്യമുണ്ടെന്ന് പറയാൻ കാരണം, നമ്മൾ അതിൽ പറയുന്ന ചില ഇതിൽ 21 ദിവസം ചെയ്യാനൊക്കെ പറയും. നമ്മളിലേക്ക് പണം വരുന്നതായി ഇരുന്ന് നമ്മൾ സങ്കല്പിച്ച് ചെയ്യാൻ പറയും. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ, അങ്ങനെ കുറച്ച് ദിവസം ചെയ്ത് എങ്ങനെ പോകുമ്പോൾ നമുക്ക് അതിന് ഈ പണം വരാനുള്ള വഴികൾ നമ്മുടെ മുന്നിൽ ഇങ്ങനെ കുറേശ്ശെ തെളിയാൻ തുടങ്ങും. അത് തെളിയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആ കാര്യം നമ്മൾ ചെയ്യണം. ചിലപ്പോൾ എന്തെങ്കിലും ഒരു ജോലി ആയിരിക്കും, അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ ബിസിനസ് ആയിരിക്കും, അല്ലെങ്കിൽ ബിസിനസ്സോ മറ്റോ എന്തെങ്കിലും അതിനൊരു വഴി നമ്മളെ മുന്നിൽ പതുക്കെ പതുക്കെ തെളിഞ്ഞു വരാൻ തുടങ്ങും. അപ്പോൾ അതിൽ നമ്മൾ കയറി ആ കാര്യം നമ്മൾ നല്ല രീതിയിൽ ചെയ്യണം. എങ്കിലാണ് അതിലൂടെയാണ് നമുക്ക് ആ പണം, നമ്മൾ ഇരുന്ന് ചിന്തിച്ച ആ പണം വരുന്നത് അതിലൂടെയാണ്. ഇപ്പം ചുരുക്കി പറഞ്ഞ ഒരു ലോട്ടറി അടിക്കണമെങ്കിൽ നമ്മൾ ഏറ്റവും ചുരുങ്ങിയത് ഒരു ലോട്ടറി ടിക്കറ്റെങ്കിലും എടുക്കണ്ടേ? അതെടുക്കാതെ ഒരിക്കലും നമുക്ക് ലോട്ടറി അടിക്കില്ലല്ലോ. എന്ന് പറഞ്ഞ പോലെ ലോട്ടറി ടിക്കറ്റ് എടുക്കാതെ നമ്മൾ ലോട്ടറി അടിക്കണം ഇങ്ങനെ ഇരുന്ന് ചിന്തിച്ചിട്ട് കാര്യമുണ്ടോ? അതുപോലെയാണ് ഈ പണത്തിൻ്റെ കാര്യം. നമ്മളത് നമ്മളിലേക്ക് വരണം അല്ലെങ്കിൽ എന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ അതിന് വേണ്ട വർക്ക് ചെയ്യണം, അതിന് വേണ്ട ജോലി ചെയ്യണം, അതിന് വേണ്ടിയിട്ടുള്ള ആക്ഷൻ എടുക്കണം. നമ്മൾ അതെടുത്താലാണ് അതിലൂടെ വരിക. അതിന് വേണ്ടിയിട്ട് ഈ ആക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് പല വീഡിയോസിൽ ഈ പറഞ്ഞു വരുന്നത്. അത് പെട്ടെന്ന് ആളുകൾക്ക് മനസ്സിലാവാത്ത രീതിയിൽ ആണത് അവതരിപ്പിക്കുന്നതെങ്കിലും അത് ശരിക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും. ഇത് ഇത്ര ദിവസം ചെയ്യണം, അല്ലെങ്കിൽ ഇത്ര ഡെയിലി 2 പ്രാവശ്യം ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ, അത് സ്ഥിരമായി ചെയ്യുമ്പോൾ നമ്മുടെ തലയ്ക്കകത്ത് ചിന്തകളിലൂടെ ഇത് തന്നെ ആയിരിക്കും പിന്നീട് ചിന്ത. അത് അങ്ങനെ ചിന്തിക്കുമ്പോൾ പിന്നീട് നമ്മൾ എന്ത് കാണുമ്പോഴും നമുക്ക് ഏത് രീതിയിലൂടെ വരുമാനം കിട്ടും എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കാൻ പതുക്കെ പതുക്കെ തുടങ്ങും. അങ്ങനെ തുടങ്ങി നമ്മൾ എന്തിലെങ്കിലും നമ്മൾ എത്തിപ്പെടും. നമ്മളെ ചിന്തയും പ്രവൃത്തിയും എന്തിലേലും എത്തിപ്പെടും. അതിലൂടെ ആ വർക്ക് നമ്മൾ ഏറ്റെടുത്തിട്ടോ അല്ലെങ്കിൽ അത് നമ്മൾ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതിലൂടെയാണ് നമ്മളിലേക്ക് ഈ പണം വരുന്നത്. അതല്ലാതെ ഈ വീഡിയോയിലൊക്കെ പറയുന്ന പോലെ നിങ്ങളിങ്ങനെ ഇരുന്ന്, അതാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഇരുന്ന് ഇങ്ങനെ പണത്തെക്കുറിച്ച് ചിന്തിച്ചാൽ പണം വരും എന്നുള്ളത് പറയുമ്പോൾ മനസ്സിലാക്കുന്നത് അതാണ്. പക്ഷെ അതല്ല സത്യത്തിൽ മനസ്സിലാക്കേണ്ടത്. അതിനു വേണ്ടിയുള്ള കർമ്മങ്ങൾ നമ്മൾ ചെയ്യാതെ നമുക്ക് അത് പണം വരാൻ ഒരു സാധ്യതയില്ല. പിന്നെ ഇനി അങ്ങനെ വന്നാലും അത് യാദൃശികമായി കുറച്ച് സംഖ്യ എന്തെങ്കിലും ഒരു കാരണവശാൽ ഇവിടുന്ന് എങ്ങനെയും നമുക്ക് കിട്ടും. അതുകൊണ്ട് നമ്മൾ ജീവിതകാലം മുഴുവൻ നമുക്ക് കാര്യങ്ങൾ കൊണ്ട് നടക്കാൻ പറ്റില്ല. അത് വളരെ അപൂർവമായിട്ട് പെട്ടെന്ന് ഒരു ആരെങ്കിലും ഏതെങ്കിലും സാഹചര്യത്തിൽ കുറച്ച് പൈസ കിട്ടുമെന്ന് മാത്രം. പക്ഷെ നമുക്ക് സ്ഥിരമായിട്ടൊരു പണം വന്നാലേ നമ്മളെ ജീവിതത്തിൽ സാമ്പത്തിക ഉയർച്ച ഉണ്ടാവും. ആ സാമ്പത്തിക ഉയർച്ച ഉണ്ടാവണമെങ്കിൽ നമ്മൾ അതിന് വേണ്ട ആക്ഷൻ എടുക്കണം, അതിന് വേണ്ട വർക്ക് ചെയ്യണം. അപ്പോൾ ഈ വീഡിയോയിലൊക്കെ കാണുന്ന പോലെ നമ്മൾ ഡെയിലി രാവിലെയും വൈകുന്നേരം ചെയ്യാൻ പറഞ്ഞിട്ട് അത് ചെയ്യുമ്പോൾ നമ്മൾ സാവധാനം ഈ വർക്കിലേക്ക് എത്തിപ്പെടും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അത് പ്രത്യേകം മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ചെയ്യുക. അപ്പോൾ നമ്മൾ എന്ത് ഇത് ചെയ്താലും നമ്മൾ അതിനൊരു വർക്ക് കണ്ടെത്തി നമ്മൾ അതിൽ ഇൻവോൾവായി നമ്മൾ അതിൽ കൂടുതൽ ശ്രദ്ധിക്കും തോറും നമുക്ക് പണം വരാൻ തുടങ്ങും. അപ്പോഴാണ് ഈ മെഡിറ്റേഷനും കാര്യങ്ങളും അതിൻ്റെ കൂട്ടത്തിൽ കൊണ്ട് നടക്കുമ്പോഴാണ് കൂടുതൽ
അത് പെട്ടെന്ന് കാര്യങ്ങൾ നടക്കുന്നത്. ഈ പെട്ടെന്ന് നടക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ കാര്യങ്ങൾ മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ അഫർമേഷനൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതെല്ലാവരും ഇത് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് എല്ലാവരും പ്രവർത്തിക്കുക. അപ്പോൾ നിങ്ങൾക്ക് സാമ്പത്തിക ഉയർച്ച ഉണ്ടാവും.